നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് ചെസ്റ്റർഫീൽഡിൽ റിലീസ് ചെയ്തു. സണ്ണി വള്ളിക്കളം പ്രവാസി കേരള കോൺഗ്രസ് നോർത്ത് അമേരിക്കൻ കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ ഓണം സെപ്റ്റംബർ 6 ഡാളസിൽ. ഹവർടൗൺ സെന്റ് പോൾസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ട്രൈ സ്റ്റേറ്റ് ഓണാഘോഷം ഒരുമയുടെ പുതുപുത്തൻ അധ്യായം പൂർണ്ണമാക്കി. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് ചെസ്റ്റർഫീൽഡിൽ റിലീസ് ചെയ്തു. ഓർമ്മയിൽ നിറയും ഓണക്കാലം, മനസ്സിൽ നിറയും നല്ലൊരു കാലം. ഓണവില്ലിൻ നാദം കേട്ടു മലയാളക്കരയിൽ, പൂങ്കുയിൽ കിളിപ്പാട്ടും കേട്ടു തൈമാവിൻ കൊമ്പിൽ. ഗൃഹാതുരത്വം തുളുമ്പുന്ന ഷിജോ സെബാസ്റ്റ്യന്റെ വരികൾക്ക് ഈണം നൽകിയത് ഷാൻ ആന്റണിയും പാടി മനോഹരമാക്കിയത് രമേശ് മുരളിയുമാണ്. ക്യാമറ ജെയ്ബിൻ തോളത്തും, എഡിറ്റിംഗ് സൂര്യദേവയും, റെക്കോർഡിംഗ് മരിയൻ ഡിജിറ്റൽ സ്റ്റുഡിയോയും നിർവഹിച്ചു. മ്യൂസിക് ഷാക്ക് ചാനലിൽ റിലീസ് ചെയ്ത ഈ ഗാനം ഇതിനോടകം തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പൂങ്കുയിൽ കിളിപ്പാട്ടും കേട്ടു തൈമാവിൻ കൊമ്പിൽ, അത്തം പത്തിനോണം വന്നേ തിരുവോണം വന്നേ, ചിങ്ങപ്പുലരികളേറ്റുപാടി പൊന്നോണം വന്നേ, തിരുവോണം വന്നേ. ഷൈൻ മാത്യു, സ്റ്റാൻലി ജോസഫ്, പോൾസൺ പള്ളത്തുകുഴി, ജിയോ ജോസഫ്, എബിൾ എൽദോസ്, ജെയ്സ് തോമസ്, സ്വരൂപ് കൃഷ്ണൻ, ഹർഷ റോയ്, ഇന്ദു സന്തോഷ്, ഐറൻ പീറ്റർ നൃത്തച്ചുവടുകളുമായി കുട്ടികളും ദൃശ്യാവിഷ്കരണത്തെ കൂടുതൽ മനോഹരമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി. പൂത്തുമ്പികൾ പാറി നടന്നു വട്ടമിട്ടു മുറ്റത്ത്, പുഴയരികിൽ ഇടവഴിയോരം അത്തപ്പൂക്കൾ വിരിഞ്ഞു. പൂത്തുമ്പികൾ പാറി നടന്നു വട്ടമിട്ടു മുറ്റത്ത്, പുഴയരികിൽ ഇടവഴിയോരം അത്തപ്പൂക്കൾ വിരിഞ്ഞു. ഓർമ്മകൾ നിറയും ഓണക്കാലം, മനസ്സിൽ നിറയും നല്ലൊരു കാലം. ഓണവില്ലിൻ നാദം കേട്ടു മലയാളക്കരയിൽ, പൂങ്കുയിൽ കിളിപ്പാട്ടും കേട്ടു തൈമാവിൻ കൊമ്പിൽ, അത്തം പത്തിനോണം വന്നേ തിരുവോണം വന്നേ, ചിങ്ങപ്പുലരികളേറ്റുപാടി പൊന്നോണം വന്നേ, തിരുവോണം വന്നേ. പെയ്യും മഴയിൽ പൂക്കളമെഴുതി പൂവിട്ടു, പുലരുന്നു പൊന്നോണം ചിങ്ങനിലാവിൻ മടിയിൽ. പെയ്യാതെ പെയ്യും മഴയിൽ പൂക്കളമെഴുതി പൂവിട്ടു, പുലരുന്നു പൊന്നോണം ചിങ്ങനിലാവിൻ മടിയിൽ. കോടിയുഗ
തുടി വായോ പൂനുള്ളാനോടി വായോ ഓണം വന്നേയോ. ഓണവില്ലിൻ നാദം കേട്ടു മലയാളക്കരയിൽ, പൂങ്കുയിൽ കിളിപ്പാട്ടും കേട്ടു തൈമാവിൻ കൊമ്പിൽ. അത്തം പത്തിനോണം വന്നേ തിരുവോണം വന്നേ, ചിങ്ങപ്പുലരികളേറ്റുപാടി പൊന്നോണം വന്നേ തിരുവോണം വന്നേ. ഓണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നേ പൊന്നോണം വന്നേ. പ്രവാസി കേരള കോൺഗ്രസ് നോർത്ത് അമേരിക്കയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി സണ്ണി വള്ളിക്കളത്തെ ഷിക്കാഗോ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA നാമനിർദ്ദേശം ചെയ്തതായി പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അറിയിച്ചു. നോർത്ത് അമേരിക്കൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ റീജിയനുകളുടെ പ്രതിനിധികളായി സാബു കുവക്കാട്ടിൽ, സെനിത് ലൂക്കോസ് ടെക്സസ്, AJ അഗസ്റ്റിൻ ആലപ്പാട്ട്, ഷിബു മുളയാനിക്കുന്നേൽ, മാത്യു തട്ടാമറ്റം ഷിക്കാഗോ, ഷോളി കൊമ്പിളുവേലിൽ ന്യൂയോർക്ക്, ജോജി ജോൺ ഫ്ലോറിഡ എന്നിവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. നോർത്ത് അമേരിക്കയുടെ എല്ലാ റീജിയനുകളിലും പ്രവാസി കേരള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച ശേഷം സെൻട്രൽ കമ്മിറ്റിയുടെ ഭരണസമിതിക്ക് രൂപം നൽകുന്നതിനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട സണ്ണി വള്ളിക്കളം കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്ന പ്രതിനിധിയാണ്. ചങ്ങനാശ്ശേരി SB കോളേജിലും പെരുന്ന NSS ഹിന്ദു കോളേജിലും പഠനം പൂർത്തീകരിച്ച ശേഷമാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സജീവ നേതൃസ്ഥാനത്തേക്ക് കടന്നുവന്നത്. തുടർന്ന് അമേരിക്കയിലെ പ്രവാസി ജീവിതത്തിലെത്തിയ കാലം മുതൽ മലയാളി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി സജീവമായി നിലകൊള്ളാൻ സണ്ണി വള്ളിക്കളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഷിക്കാഗോ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാനങ്ങൾ മുൻകാലങ്ങളിൽ വഹിച്ചിട്ടുണ്ട്. ഫോമയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ശേഷം ഫോമയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. പൊതുരംഗത്ത് എല്ലാവരോടും അടുത്തിടപഴകാനും അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിറസാന്നിധ്യമായി നിലകൊള്ളാനും സണ്ണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ഷിക്കാഗോ രൂപത 2026 ജൂലൈ മാസം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള കാത്തലിക് കൺവെൻഷൻ്റെ രജിസ്ട്രേഷൻ കോർഡിനേറ്ററായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഒപ്പം ഷിക്കാഗോ UDF കൺവീനറായും നിലവിൽ പ്രവർത്തിക്കുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA, പാർട്ടി നേതാക്കളായ PC തോമസ്, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, TU കുരുവിള, അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് എന്നിവർ പങ്കെടുത്ത് കോട്ടയത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗം നോർത്ത് അമേരിക്കൻ പ്രവാസി കേരള കോൺഗ്രസിൻ്റെ പുതിയ ഭാരവാഹികളെ അനുമോദിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി. ഇന്ത്യൻ സമൂഹത്തിന്റെ ഗ്ലോബൽ നെറ്റ്വർക്ക് സംഘടനയായ ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ ഈ വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ 6 വൈകിട്ട് 6:30 പരമ്പരാഗത രീതിയിൽ ഓണസദ്യയും ഒപ്പം കലാപരിപാടികളും നടത്തുന്നു. മുഖ്യാതിഥികളായി ഗാർലൻഡ് മേയർ ഡിലൻ ഹെൻഡ്രിക്, സണ്ണിവേൽ മേയർ സജി ജോർജ്, ഡാളസ് കൗണ്ടി JP ജഡ്ജ് മാർഗരറ്റ് ഒബ്രിയാൻ, സണ്ണിവേൽ സിറ്റി കൗൺസിൽ മെമ്പർ മനു ഡാനി മുതലായ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് പ്രത്യേകത അർഹിക്കുന്നു. ഗ്ലോബൽ പ്രസിഡന്റ് PC മാത്യു, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോയ് പല്ലാട്ടുമരം എന്നിവർ ചടങ്ങിൽ പ്രസംഗിക്കും. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് നാഷണൽ വൈസ് പ്രസിഡന്റ് പെട്രിഷ്യ ഉമാശങ്കർ ഓണസന്ദേശം നൽകും. ചടങ്ങിൽ മീഡിയ പ്രവർത്തനത്തിലൂടെ പ്രാഗൽഭ്യം തെളിയിച്ച 2 പ്രമുഖ വ്യക്തികളെ ആദരിക്കും. കൂടാതെ കലാരംഗത്തും അനസ്യൂതം പ്രവർത്തിക്കുന്ന ഒരു പ്രതിഭയെയും ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം തെളിയിച്ച മറ്റൊരു വ്യക്തിക്കും അംഗീകാരം നൽകും. കൂടാതെ നഴ്സിംഗ് പ്രൊഫഷനിൽ സേവനത്തിനും നേതൃത്വ പാടവത്തിനും പ്രത്യേക അവാർഡുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് K വർഗീസുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. ഹവ ടൗൺ സെന്റ് പോൾസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സെപ്റ്റംബർ 13, 14 തീയതികളിൽ നടക്കും.
2 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ആത്മീയ മഹത്വം പകരുന്നത് മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ ഹിസ് ഹോളിനസ് മോർ ഇഗ്നാത്തിയോസ് അഫ്രേം രണ്ടാമൻ ബാവയാണ്. നോർത്ത് അമേരിക്കൻ അതിരൂപത മെട്രോപൊളിറ്റൻ ഹിസ് എമിനൻസ് ടൈറ്റസ് എൽദോ തിരുമേനിയും അനേക വൈദികരും ഇടവക മെമ്പേഴ്സും പങ്കെടുക്കുന്ന പരിപാടികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 13 ദ ഡ്രക്സൽ ബ്രൂക്ക് ഇവന്റ് സെന്ററിൽ പരിശുദ്ധ പത്രിയാർക്കീസ് ബാവയ്ക്ക് സ്വീകരണവും അതോടൊപ്പം ഡിന്നറും പൊതുസമ്മേളനവും സുവനീർ പ്രകാശനവും ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 14 പരിശുദ്ധ പത്രിയാർക്കീസ് ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന 45 ഗ്ലെൻഡെയിൽ അവന്യൂ ഹോവർ ടൗണിലുള്ള ചർച്ചിൽ 8:45 നടത്തപ്പെടുന്നു. പരിശുദ്ധ സാക്ക ഐവാസ് പത്രിയാർക്കീസ് ബാവയുടെ അനുഗ്രഹത്തോടെ 2000 സെപ്റ്റംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഡോക്ടർ പോൾ പറമ്പത്ത് അച്ഛൻ അന്ന് വികാരിയായി തുടങ്ങിയ പള്ളി ഇന്ന് ഈ ജൂബിലി വർഷത്തിലും അദ്ദേഹം തന്നെ വികാരിയായിരിക്കുന്നത് ദൈവഹിതമാണ്. ഇടവക വികാരിയുടെയും സഹവികാരി റവറൻ അരുൺ ഗീവർഗീസ് അച്ഛനും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും കൂടാതെ ജൂബിലി കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ജൂബിലി കൺവീനർ യുഹാനോൻ പറമ്പത്ത്, ജോയിന്റ് കൺവീനർ ജിബു വെട്ടിക്കാട്ടിൽ, ട്രസ്റ്റി ബെന്നി പനക്കൽ, സെക്രട്ടറി മോനായി കറുതലക്കൽ, സുവനീർ എഡിറ്റർ ബോബി പറമ്പത്ത്, അഡ്വർടൈസ്മെന്റ് സോണി അലക്സ്, പ്രോഗ്രാം ധന്യ ബൈജു, ഫുഡ് റോണി മാത്യു, ഡെക്കറേഷൻ ജെസ്സി പദപ്പള്ളിൽ, കൊയർ ലിജു കാണിക്കൽ എന്നിവരാണ്. ഞായറാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാന മോറോൺ TV, യൂട്യൂബ് എന്നിവയിലൂടെ തത്സമയം സംപ്രേഷണം ലൈവായി ഉണ്ടായിരിക്കുന്നതാണ്. പള്ളിയിൽ വന്നു ചേരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും സമീപ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പള്ളിയിലേക്ക് എത്തുവാനും പ്രത്യേക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ഓണാഘോഷം 2025 അമേരിക്കൻ മലയാള നാൾവഴികളിൽ ഫിലാഡൽഫിയയിൽ ഒരുമയുടെ പുതുപുത്തൻ അധ്യായം പൂർണ്ണമാക്കി. ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിൽ ദർശനമരുളിയ മാവേലി മന്നൻ്റെ അനുപമ ഗാംഭീര്യവും ജനാവലിയുടെ ഇടമുറിയാത്ത പ്രവാഹവും ഓണക്കോടിയോടത്തുള്ള ആബാലവൃദ്ധം കുടുംബാംഗങ്ങളുടെ ഘോഷയാത്രയും സ്ത്രീ പുരുഷാരങ്ങളുടെ ആർപ്പോ ഇറോ വിളികളും ചെണ്ടവാദ്യത്തിൻ്റെ ആരോഹണാവരോഹണങ്ങളും ദേവാംഗനമാരുടെ തിരുവാതിര നടനങ്ങളും അപ്സരാംഗികളുടെ നർത്തന ജ്വലനങ്ങളും 7 വർണ്ണങ്ങളും പുഷ്പിച്ചു വിരിഞ്ഞ ഓണപ്പൂക്കളവും മയൂര റെസ്റ്റോറൻറ്റ് പാകപ്പെടുത്തി തൂഷ്ണിലയിൽ വിളമ്പിയ ഓണ ഊണിൻ്റെ തിക്കും തിരക്കും കലാപരിപാടികളുടെ ലാവണ്യവും അഭൗമിക ശബ്ദ വെളിച്ച താളമേളങ്ങളും പരസ്പര ബഹുമാനങ്ങളുടെ പ്രശംസാവാക്കുകളും അംഗീകാരങ്ങളുടെ സൗന്ദര്യവും വിശിഷ്ട വ്യക്തികളുടെ പ്രഭാഷണങ്ങളും മായാലോകം പോലുള്ള സിനിമാറ്റിക് സ്റ്റേജും ഒത്തുചേർന്ന് ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ഓണാഘോഷം 2025 അമേരിക്കൻ മലയാള നാൾവഴികളിൽ ഫിലാഡൽഫിയയിൽ ഒരുമയുടെ പുതുപുത്തൻ അധ്യായം പൂർണ്ണമാക്കി. ഫിലാഡൽഫിയ സെന്റ് തോമസ് സീറോ മലബാർ ഓഡിറ്റോറിയത്തിലും അങ്കണങ്ങളിലും ഓഗസ്റ്റ് 23 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയായിരുന്നു ആഘോഷങ്ങൾ. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ചെയർമാൻ ബിനു മാത്യു, ഫിലാഡൽഫിയ ഇലക്ഷൻ കമ്മീഷണർ സെത്ത് ബ്ലൂസ്റ്റീൻ, ഏഷ്യനെറ്റ് USA ചീഫ് എഡിറ്റർ ഡോക്ടർ കൃഷ്ണ കിഷോർ, UN-ലുള്ള പെർമനന്റ് ഇന്ത്യൻ മിഷന്റെ കൗൺസിലർ എൽദോസ് മാത്യു പുന്നൂസ്, ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ജനറൽ സെക്രട്ടറി സാജൻ വർഗീസ്, ട്രഷറർ ജോർജ് ഒലിക്കൽ, ഓണാഘോഷ സമിതി ചെയർമാൻ അഭിലാഷ് ജോൺ, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസൻ ഇമാനുവൽ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർ പ്രതിനിധി അലക്സ് തോമസ് എന്നിവർ ഓണദീപം തെളിയിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ജിമോൻ ജോർജ് MCI. പ്രശസ്ത നർത്തകി നിമ്മിദാസ്, ഗുരുവായ ഭരതം ഡാൻസ് അക്കാദമിയിലെ നർത്തകികളുടെ നൃത്തഹാരം, പേരുകേട്ട നർത്തകൻ ബേബി തടവനാൽ നേതൃത്വം നൽകുന്ന മാതാ ഡാൻസ് സ്കൂളിലെ കലാകാരികളും ബേബി തടവനാലും നിറഞ്ഞാടിയ നൃത്തജാലം, മാനോ സുരേഷിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, ജോൺ നെഗിലിൻ്റെ വയലിൻ വാദനം, കാറ്റ്ലൈൻ വർഗീസിൻ്റെ ഭരതനാട്യം, സ്വരസ് ലിറ്റി, അൻസു, പൂർണിമ, അർച്ചന ടീമിൻ്റെ ഗാനശില്പം എന്നീ കലാ ഇനങ്ങളാൽ 1 മണി മുതൽ 3 മണി വരെ ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ഓണാഘോഷ വേദിയെ തരളിതമാക്കി. പന്തളം ബാലൻ, ഷിജി ഷാനി, ബ്രിജിറ്റ് വിൻസൻ, ഫിലിപ്പോസ് ചെറിയാൻ, ജോർജ് നടവയൽ എന്നിവർ MC-മാരായി. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം തിരുവോണോത്സവ ഘോഷയാത്രയിൽ മഹാബലിയും താലപ്പൊലി വൃന്ദവും ചെണ്ടമേളവും ജനാവലിയും അണിയണിയായി മുന്നേറി അഴകു വിരിച്ചു. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ഭാരവാഹികൾ ഓണോത്സവ വർണ്ണക്കുടകളും ആശംസാ പൊന്നാടകളും എഴുന്നള്ളിച്ച ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കി. ചെയർമാൻ ബിനു മാത്യു, ജനറൽ സെക്രട്ടറി സാജൻ വർഗീസ്, ട്രഷറർ ജോർജ് ഒലിക്കൽ, ഓണാഘോഷ സമിതി ചെയർമാൻ അഭിലാഷ് ജോൺ, പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസൻ ഇമാനുവൽ, മുൻ ചെയർമാൻമാരായ അലക്സ് തോമസ്, ജോബി ജോർജ്, ഫിലിപ്പോസ് ചെറിയാൻ, രാജൻ സാമുവൽ, സുമോദ് നെല്ലിക്കാല, സുധാ കർത്ത, സുരേഷ് നായർ, ജിമോൻ ജോർജ്, റോണി വർഗീസ്, ജോർജ് നടവയൽ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ തോമസ് പോൾ, പ്രോഗ്രാം പ്രൊഡ്യൂസർ അരുൺ കോവാട്ട്,
കർഷകരത്ന കോർഡിനേറ്റർമാരായ ജോൺ പണിക്കർ, ജോർജ് കുട്ടി ലൂക്കോസ്, ജോയിന്റ് ട്രഷറർ അലക്സ് ബാബു, വിമൻസ് ഫോറം ചെയർ ആശ അഗസ്റ്റിൻ, ആഘോഷ സമിതി കോർഡിനേറ്റർമാരായ ബ്രിജിറ്റ് വിൻസൻ, ശോശാമ്മ ചെറിയാൻ, സെലിൻ ഒലിക്കൽ എന്നിവർ ഘോഷയാത്രയ്ക്ക് മുൻനിരയൊരുക്കി. രാജൻ സാമുവലും സുരേഷ് നായരും ഘോഷയാത്രാ വിളംബരങ്ങൾ നിർവഹിച്ചു. ചെയർമാൻ ബിനു മാത്യു അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചു. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഏഷ്യാനെറ്റ് USA ചീഫ് എഡിറ്റർ ഡോക്ടർ കൃഷ്ണ കിഷോറിന് സമ്മാനിച്ചു. കൃഷ്ണ കിഷോർ ഓണസന്ദേശം നൽകി. ട്രൈസ്റ്റേറ്റ് കേരള ഫോറം കഴിഞ്ഞ 23 വർഷമായി തുടരുന്ന അനുപമമായ ഓണാഘോഷം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആവേശം പകരുന്നതാണെന്നും മഹാബലി ചക്രവർത്തിയെ ലോകത്താദ്യമായി ഹെലികോപ്റ്ററിൽ എഴുന്നള്ളിച്ചതിലൂടെ നവയുഗ ഓണ സന്ദേശം ഉജ്ജ്വലമാക്കുന്നതിൽ ട്രൈസ്റ്റേറ്റ് കേരള ഫോറം പ്രദർശിപ്പിച്ച നവീനത കിടയറ്റതാണെന്നും കൃഷ്ണ കിഷോർ വ്യക്തമാക്കി. വിളവെടുപ്പുത്സവമാണ് തിരുവോണം എന്ന ഓർമ്മ പുതുക്കിക്കൊണ്ട് ട്രൈസ്റ്റേറ്റ് കേരള ഫോറം കർഷകരത്നം 2025 അവാർഡ് ജേതാവായി തോമസ് മാത്യു എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് പ്രൈസും നേടി. ജെയിംസ് ഡാനിയൽ, സുനിൽ സഖറിയ എന്നിവർ 2-3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ജോൺ പണിക്കർ, ജോർജ് കുട്ടി ലൂക്കോസ്, അലക്സ് തോമസ്, സുധാകർത്ത എന്നിവരായിരുന്നു വിധികർത്താക്കൾ. വിൻസെന്റ് മാനുവൽ പ്രോഗ്രാം കോർഡിനേറ്ററായി അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ രാവേറെയും കടന്ന് ജനസാഗര ഹൃദയങ്ങളെ ഓണനിലാവണിയിച്ചു. പ്രശസ്ത ഗായകൻ അഫ്സലിൻ്റെ നേതൃത്വത്തിൽ സിനിമാ ഗായകർ അവതരിപ്പിച്ച ഗാനമേള ട്രൈസ്റ്റേറ്റ് കേരള ഫോറം 2025 ഓണാഘോഷത്തിൻ്റെ ഹൈലൈറ്റായി അലയടിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വിൻസെന്റ് മാനുവലിൻ്റെ ജനസമ്പർക്ക ചാതുര്യവും ചെയർമാൻ ബിനു മാത്യു, ജനറൽ സെക്രട്ടറി സാജൻ വർഗീസ്, ട്രഷറർ ജോർജ് ഒലിക്കൽ, ഓണാഘോഷ ചെയർമാൻ അഭിലാഷ് ജോൺ എന്നീ സാമൂഹ്യ പ്രവർത്തകരുടെ സംഘാടക മികവും ട്രൈസ്റ്റേറ്റ് കേരള ഫോറം 2025 ഓണാഘോഷത്തിന് ജനസാഗര പങ്കാളിത്തം ഒരുക്കിയെന്ന് 25-അംഗ ട്രൈസ്റ്റേറ്റ് കേരള ഫോറം ഭരണസമിതി സമാപന സമ്മേളനത്തിൽ ഒരേ സ്വരത്തിൽ ആർപ്പോ ഇറോ വിളികളിൽ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.